ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരുടെ കാല് കുഴമ്പിട്ട് കൊടുക്കാനായി തയ്യാറെടുത്തുകൊണ്ട് അരികിലേക്ക് എത്തിയ പപ്പി മോളുടെയും സത്യയുടെയും ആവശ്യം കേട്ട് രാഘവൻ നായർ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോൾ ഒടുവിൽ രാഘവൻ നായർ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങുന്നു. അങ്ങനെ സത്യമോൾക്കും പപ്പി മോൾക്കും രാഘവൻ നായരുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കുന്നതിൽ വലിയ സന്തോഷമായി. അവർ രണ്ടുപേരും രാഘവൻ നായരുടെ കാലിൽ കുഴമ്പിട്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ രാഘവൻ നായരുടെ മനസ്സിലേക്ക് വന്നത് ശാലിനി തന്റെ കാലിൽ പണ്ട് കുഴമ്പിട്ട് തന്ന ആ നിമിഷങ്ങളായിരുന്നു. അത് ഓർത്തുകൊണ്ട് അങ്ങനെ രാഘവൻ നായർ ഇരിക്കുമ്പോഴേക്കും ശാലിനി കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ശാരദാമ്മയോട് പറഞ്ഞു, ഞാൻ എന്തായാലും ശ്യാമി ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ എന്തെടുക്കുക സത്യെന്ന് അറിയില്ലല്ലോ, മോൾ അവിടെ എന്ത് ചെയ്യുകയാണ്, ശ്യാമയെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ഫോണുമായി ശാലിനി വീട്ടിലേക്ക് ചെന്ന് കയറി. ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ ശ്യാമ ആ സമയത്ത് തുണി തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും ശ്യാമ വേഗം കോൾ എടുത്ത് നോക്കി. അപ്പോഴാണ് ശാലിനി എന്ന് കണ്ടതും ഉടനെ തന്നെ ശ്യാമ അറ്റൻഡ് ചെയ്തു. എന്താ കുഞ്ഞേച്ചി എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അല്ല സത്യമോൾ അവിടെ എന്തെടുക്കുക, അക്കാര്യം അറിയാനാ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞതും ഞാൻ നോക്കട്ടെ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് വേഗം ശ്യാമ അകത്തേക്ക് കയറി. അപ്പോഴാണ് ഹാളിൽ ഇരുന്ന് നിൽക്കുന്ന പപ്പിമോളെയും സത്യയെയും കണ്ടത്. രണ്ടുപേരും ചേർന്ന് രാഘവൻ നായരുടെ കാലിലെ കുഴമ്പിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടതോടെ ശ്യാമയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഉടനെ ശാലിനി ആ സമയത്ത് ഫോണിൽ ഹോൾഡ് ചെയ്തങ്ങ് നിൽക്കുന്നത് കൊണ്ട് ശ്യാമ വേഗം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഹലോ കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം, കുഞ്ഞേച്ചി ഒന്ന് വീഡിയോ കോളിൽ വരുവോ? അത് കേട്ട ഉടനെ ശാലിനി ആകെ സംശയത്തോടെ എന്തിനായിരിക്കും വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞതെന്ന് ആലോചിച്ച് ശാലിനി ഉടനെ തന്നെ ശ്യാമയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്തു. ശ്യാമ കോൾ അറ്റൻഡ് ചെയ്ത് നേരെ രാഘവൻ നായരുടെ കാലിൽ കുട്ടികൾ രണ്ടുപേരും ചേർന്ന് കുഴമ്പിട്ട് കൊടുക്കുന്ന ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടതും ശാലിനിക്ക് ഒത്തിരി സന്തോഷമായി. ശാലിനിയോട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചിയുടെ മോള് ശരിക്കും അവള് കുഞ്ഞേച്ചി ചെയ്യേണ്ട ഉത്തരവാദിത്വം അതേപോലെ തന്നെ ചെയ്യുകയാണ്, കുഞ്ഞേച്ചിയുടെ ജോലി അതുപോലെ ഉത്തരവാദിത്തോടെ അവളിവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് ശാലിനിക്ക് ആകെ സങ്കടവും അതിനേക്കാളേറെ സന്തോഷവും തോന്നുന്നു. ഉടനെ ശാലിനിയുടെ കണ്ണുകൾ നിറയുകയും മക്കൾ രണ്ടുപേരും രാഘവൻ നായരെ കാല് അങ്ങനെ തിരുമ്മി കൊടുക്കുന്നത് അങ്ങനെ ശാലിനി കണ്ണുനിറയെ നോക്കിയിരിക്കുമ്പോൾ രാഘവൻ നായര് മറ്റെന്തോ ആലോചിക്കുന്നത് കണ്ട് സത്യമോളി ചോദിച്ചു, അല്ല എന്താ അച്ഛൻ ആലോചിക്കുന്നത്? ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അതെ ഞാൻ എൻ്റെ നിങ്ങളുടെ ചേച്ചിയമ്മയുണ്ടല്ലോ, ചേച്ചിയമ്മയെ കുറിച്ച് ആലോചിച്ചതാണ്. പെട്ടെന്നായിരുന്നു രാഘവൻ നായരുടെ ആ സംസാരം കേട്ട് ശാലിനിയുടെ ഓർമ്മകളും അന്ന് രാഘവൻ നായരുടെ കാലിൽ കുഴമ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ നിമിഷത്തിലേക്ക് പറഞ്ഞത്. ആ സമയത്ത് രാഘവൻ നായർ പറഞ്ഞു, ശരിക്കും എൻ്റെ മരുമകളാണ് എന്നെ തളർന്നു കിടന്ന എന്നെ ആദ്യമായി വീണ്ടും നടക്കാനായി പ്രേരിപ്പിച്ചതും നടക്കാൻ ഈ മുറ്റത്തൂടി എന്നെ നടത്തിയതും എന്ന് അന്ന് ശാലിനി തന്നെ പിടിച്ച് വിഷ്ണുവിന്റെ സഹായത്തോടെ അന്ന് ആ മുറ്റത്തുകൂടി നടത്തിയ ആ രംഗം രാഘവൻ നായർ ഓർമ്മിച്ചു. അപ്പോഴേക്കും കുട്ടികൾ അതെല്ലാം കേട്ടങ്ങനെ നോക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ശരിക്കും എന്റെ മരുമകളല്ല, അവൾ എന്റെ മകൾ തന്നെയാണ് എന്ന് രാഘവൻ നായർ സ്നേഹത്തോടെ പറയുന്ന വാക്കുകൾ ശാലിനി കേട്ടുകൊണ്ടിരുന്നു. ഉടനെ ശാലിനിയോട് ശ്യാമ ചോദിച്ചു, കേട്ടോ ചേച്ചി അച്ഛൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ പപ്പിമോളി ചോദിച്ചു, ഓ അച്ഛച്ചയ്ക്ക് അത്രയ്ക്ക് വലിയ ആളായിരുന്നു അല്ലേ ചേച്ചിയമ്മ എന്നിങ്ങനെ ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, അതെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ പുഞ്ചിരിയോടെ തലകുലുക്കുമ്പോ ഉടനെ സത്യമോളി ചോദിച്ചു, അങ്ങനെ വെറുതെ അല്ല പപ്പിമോളുടെ വലിയച്ഛൻ ഈ കുഞ്ഞേച്ചിയുടെ പിന്നാലെ ഈ ചേച്ചിയമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതല്ലേ എന്ന് ചോദിച്ചതും പപ്പിമോള് പറഞ്ഞു, ആ വിഷ്ണു അച്ഛൻ എപ്പോഴും ചേച്ചിയമ്മയെ കുറിച്ച് ഓർത്തിരിക്കുന്നത് സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്ന് പപ്പിയും സംസാരിച്ചു. അപ്പോഴേക്കും അല്ല ഇത് പറഞ്ഞതുപോലെ എവിടെയാ പപ്പി നമ്മുടെ ബിഗ് ഫ്രണ്ട് എവിടെ എന്ന് സത്യമോള് അന്വേഷിച്ചതും രാഘവൻ നായർ പറഞ്ഞു, മുകളിൽ തന്നെയുണ്ട്, മക്കൾ എന്തായാലും ആ കൈത ഈ ടവല് തുടച്ചിട്ട് മോള് മേളിലേക്ക് പൊക്കോ, അവിടെ പോയി നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞു. ഉടനെ ശരിയാ അച്ഛച്ച എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും രാഘവൻ നായരുടെ കാല് തിരുമ്മിക്കൊടുത്തതിന് ശേഷം വേഗം മുകളിലേക്ക് നോക്കി ആ വിഷ്ണുവിന്റെ റൂം ലക്ഷ്യം വെച്ച് അവർ രണ്ടുപേരും കൂടി മുകളിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ശാലിനി കോള് കട്ട് ചെയ്ത് ആ മക്കൾ രണ്ടുപേരും കൂടി താൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി അവിടെ ചെയ്യുന്നത് കണ്ട് ആ ഒരു ഓർമ്മയിൽ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിക്ക് വീഡിയോ കോൾ ചെയ്തതിന് ശേഷം അവിടെ മറ്റൊന്നും ചിന്തിക്കാതെയും എന്ത് ചെയ്യണമെന്നറിയാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് രാഘവൻ നായർ പെട്ടെന്ന്
സിറ്റൗട്ടിലേക്ക് നോക്കിയത്. അവിടെ നിൽക്കുന്ന ശ്യാമയെ കണ്ടതും എന്താ മോളെ എന്ന് അന്വേഷിച്ചു. ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാഘവൻ നായർ തന്റെ കാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്തും കാലിൽ കുഴമ്പിട്ട് തിരുമിയ ആ കാര്യങ്ങളെല്ലാം ഓർത്തങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി. എന്താ അവളവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അവളവിടെ വൈദ്യരുടെ ജോലി ചെയ്യുന്നു. അത് കേട്ടതും ശാരദാമ്മ അതിശയത്തോട് ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത് എന്ന് അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു, എൻ്റെ അമ്മേ, അവളവിടെ അച്ഛന്റെ കാലിൽ കുഴമ്പിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് കേട്ട ശാരദാമ്മയ്ക്ക് വലിയ സന്തോഷമായി. എടി മോളെ, എത്ര പെട്ടെന്നാ നമ്മുടെ സത്യമോള് ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങിയത്. അല്ലെങ്കിലും ഇതിനെ പറയുന്ന രക്തത്തെ തിരിച്ചറിയുന്നു എന്ന്. എടി മോളെ, നീയൊന്ന് മുൻകൈ എടുത്താൽ എന്ന് ചോദിച്ചപ്പോ ശാലിനി പെട്ടെന്ന് ശാരദാമ്മയുടെ സംസാരം ഏത് വഴിക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടെ വേഗം ശാരദാമ്മയോട് പറഞ്ഞു, അമ്മേ, മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. ഇതിലെ പോയ സമയത്ത് വെറുതെ ഇവിടെ വരെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഡ്യൂട്ടിക്കിടയിൽ വെറുതെ ഒന്ന് കയറി, അത്രേ ഉള്ളൂ. വെറുതെ സമയം പാഴാക്കാനില്ല, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം കാറിനരികിലേക്ക് ചെന്നതും അനുപല്ലവിയും അവിടേക്ക് എത്തി. അനുപല്ലവി, കയറ്, ഇനിയും വൈകണ്ട എന്ന് പറഞ്ഞ് ശാലിനി ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ തന്നെ നോക്കി നിൽക്കുന്നത് ഒരിക്കൽ കൂടി ശാലിനി ശ്രദ്ധിച്ചു. അതിനുശേഷം ശാലിനി വേഗം കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ ശാരദാമ്മ ആലോചിച്ചു, ദൈവമേ, ഇനി എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങനെ ഇരുന്നു. തിരിച്ച് കാറിൽ തന്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനിയുടെ മനസ്സിലേക്ക് വന്നത് കുട്ടികൾ കാല് തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞ വാക്കുകളായിരുന്നു. അതെല്ലാം ഓർത്ത് ശാലിനി വിഷമത്തോടെ കാറിൽ മടങ്ങുന്നു. അപ്പോഴാണ് വിഷ്ണു റൂമിലിരുന്നുകൊണ്ട് തന്നോട് അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഓർത്തത്. സത്യഭാമ പറഞ്ഞത്, ഇനി അടുത്ത ദിവസം തന്നെ ആ പെൺകുട്ടിയെ പോയി പെണ്ണ് കാണണമെന്നും അവിടെ നിന്റെ അഭിപ്രായം പറയണമെന്നും, പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം ഇവിടെ വന്ന് അഭിപ്രായം പറയുമ്പോൾ അത് വ്യക്തമായി പറയുക തന്നെ ചെയ്യണമെന്നും, നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള ആ അഭിപ്രായത്തിന് ഇനി ഇവിടെ പ്രസക്തിയില്ലെന്നും, ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളത് ഇനി താനാണ് തീരുമാനിക്കുക എന്നുമുള്ള സത്യാമ്മയുടെ വാക്കുകളും, നിനക്ക് ഞാൻ അനുവദിച്ച സമയം കഴിഞ്ഞു എന്നുമുള്ള സത്യാമ്മയുടെ ഓർമ്മപ്പെടുത്തലുമെല്ലാം വിഷ്ണു ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും റൂമിലേക്ക് എത്തിയത്. വിഷ്ണു അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് പപ്പിയും ബിഗ് ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് സത്യയും അരികിലേക്ക് എത്തി. അപ്പോഴേക്കും വിഷ്ണു ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ഇരുവരും ചോദിച്ചു, എന്തു പറ്റി? ബിഗ് ഫ്രണ്ട് ആകെ വിഷമത്തിലാണല്ലോ എന്ന് സത്യമോൾ അന്വേഷിച്ചു. അപ്പോഴേക്കും പപ്പിയും ചോദിച്ചു, എന്തു പറ്റി വിഷ്ണു അച്ഛൻ എന്താ ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ കഴിയാതെ അവർ ചോദിച്ചു, മനസ്സിലായി, ചേച്ചിയമ്മയുടെ കാര്യം ഓർത്തിരിക്കുകയല്ലേ, ചേച്ചിയമ്മയെ കുറിച്ച് തന്നെയല്ലേ വിഷ്ണു അച്ഛൻ ഓർമ്മിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് ശ്യാമയെ അരികിൽ വന്നു നിന്ന പപ്പിമോളുടെയും സത്യമോളുടെയും ചോദ്യങ്ങൾ കേട്ട് വിഷ്ണു ആകെ സങ്കടത്തിലായി. ഉടനെ സത്യമോള് ചോദിച്ചു, അല്ല, വിഷ്ണു അച്ഛന് ഇതുവരെയായിട്ടും ആ ചേച്ചിയമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ആകെ നിരാശയിലായി. അപ്പോഴേക്കും കുട്ടികൾ പറഞ്ഞു, അല്ല, സത്യത്തിൽ സത്യയുടെ അമ്മ വിചാരിച്ച വിഷ്ണു അച്ഛന്റെ ആ ചേച്ചിയമ്മയെ കണ്ടെത്താൻ കഴിയുമായിരുന്നല്ലോ. സത്യയുടെ അമ്മ വലിയ ഓഫീസറല്ലേ? സത്യയുടെ അമ്മയുടെ അക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ സത്യയുടെ അമ്മ തന്നെ കണ്ടുപിടിക്കുമായിരുന്നു. വലിയ ഓഫീസർ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സത്യയുടെ അമ്മയ്ക്ക് ഇത് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നെല്ലാം വിഷ്ണുവിനോട് പപ്പി പറഞ്ഞു. ഉടനെ സത്യ പറഞ്ഞു, അതെ, എൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മ അത് കണ്ടുപിടിച്ച് തരും. എന്തായാലും ബിഗ് ഫ്രണ്ടിന്റെ കയ്യിൽ ചേച്ചിയമ്മയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് തന്റെ ഡ്രോ തുറന്നിട്ട് അതിൽ നിന്ന് ആ ഒരു ഫോട്ടോ കയ്യിലെടുത്തു. ഫോട്ടോ തിരിച്ചു വെച്ചിരുന്നത് കൊണ്ട് അതിന്റെ യഥാർത്ഥ ഫോട്ടോ കാണാതെ പുറംഭാഗം അതേപടി തന്നെ കുട്ടികളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. സത്യയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് വിഷ്ണു പറഞ്ഞു, ഇതാ എന്ന് പറഞ്ഞതും സത്യ ആ ഫോട്ടോ എടുത്തു നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതാണ് പപ്പിമോളുടെ ചേച്ചിയമ്മ. പപ്പി ആ ഫോട്ടോയെ നോക്കിയിട്ട് ചോദിച്ചു, ഇതാണോ വിഷ്ണു അച്ഛ എന്ന് അതിശയപ്പെട്ടു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ. സത്യ ഫോട്ടോ കയ്യിലേക്ക് എടുത്തിട്ട് വിഷ്ണുവിനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ബിഗ് ഫ്രണ്ട് എന്ന് നോക്കിക്കേ, ഇത് തന്നെയാണോ ഫോട്ടോ എന്ന് പറഞ്ഞു. വിഷ്ണു ആ ഫോട്ടോ വാങ്ങിച്ചു. അപ്പോഴാണ് ആ ഫോട്ടോയിലുള്ള ശാലിനിയുടെ മുഖം മുഴുവൻ ആരോ പൊട്ടിച്ച് ആ മുഖം തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ അതിലെ ചില്ലുകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത് കണ്ടത്. ആ മുഖം മുഴുവൻ കുത്തി വരച്ചിട്ടിരിക്കുന്നതും വിഷ്ണു കാണും. ഈ സമയത്ത് വിഷ്ണു ആകെ ടെൻഷനിലായി. ഇതുപോലെ ഒരു പ്രവൃത്തി ആരാ ചെയ്തത് എന്ന് ഉടനെ വിഷ്ണുവിന് കാര്യം മനസ്സിലായി. വേഗം തന്നെ വിഷ്ണു ചാടി എഴുന്നേറ്റു. അമ്മേ, അമ്മേ എന്ന് ഉറക്കെ വിഷ്ണു വിളിച്ചു.
ഇതിന് പിന്നിൽ ശരിക്കും ആരാണെന്നുള്ള കാര്യം വിഷ്ണുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിഷ്ണു വലിയ ദേഷ്യത്തിൽ തന്നെ സത്യാമ്മയെ വിളിച്ചു. അപ്പോഴേക്കും വിഷ്ണുവിന്റെ വിളി കേട്ട് സത്യാമ്മ അവിടേക്ക് എത്തി. എന്താണ് നീ വിളിച്ചത് എന്ന് ചോദിച്ച് വിഷ്ണുവിന്റെ അരികിലേക്ക് സത്യഭാമ വന്നതും വിഷ്ണു ചോദിച്ചു, അമ്മയാണോ ഈ ഫോട്ടോ ഈ അവസ്ഥയിലാക്കിയത് എന്ന് അന്വേഷിച്ചു. ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞതും, എന്നിട്ട് നീ ഇതാ ചോദിക്കാനായി ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ടും നീ പിന്നെ എന്തിനാ എന്നോട് പ്രത്യേകിച്ച് കാര്യം ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അമ്മേ, എനിക്ക് ഒരു ഫോട്ടോ പോലും സൂക്ഷിക്കാനുള്ള അധികാരവും അവകാശവും ഇല്ലേ എന്ന വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് സത്യമ്മ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു അവകാശം നിനക്കില്ല. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ദിവസം, ഏത് ദിവസമാണ് എന്റെ മുന്നിലൂടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. അന്ന് നിനക്ക് ഇവിടെ എന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇനി ആ ഫോട്ടോ സൂക്ഷിക്കാനുള്ള അവകാശവും അധികാരവും ഒന്നും നിനക്കില്ല. അതെ, ഒരു മരണം സംഭവിച്ചാൽ പോലും അതിന്റെ ദുഃഖാചരണത്തിന് പോലും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ആ ഓർമ്മകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ തകർക്കുന്ന വിധത്തിലുള്ള ഓർമ്മകളാണ് ഏത് ഫോട്ടോയിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ ആ ഫോട്ടോ പിന്നെ ആ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാ ഞാനത് കളഞ്ഞതും. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തെ ചൊല്ലി ഒരു സംസാരം ഇവിടെ വേണ്ട. ഉടനെ അവിടെ ഇരുന്ന രണ്ട് കുട്ടികളെയും സത്യഭാമ കണ്ടു. അപ്പോഴേക്കും അവരെ ഇരുവരെയും നോക്കിയിട്ട് സത്യമ്മ പറഞ്ഞു, നിങ്ങൾ വേഗം പോയി കളിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞതും സത്യാമ്മയുടെ ആ സംസാരം കൂടി കേട്ടതോടെ കുട്ടികൾ രണ്ടുപേരും ആകെ വിഷമത്തിലായി. ഉടനെ വിഷ്ണു ആ ഫോട്ടോയും കയ്യിൽ പിടിച്ച് വേഗം ആ ബെഡിലേക്ക് നിരാശയോടെ ഇരുന്നു. അപ്പോഴേക്കും ആ സംസാരം കൂടി ആയതോടെ വിഷ്ണു ആകെ താഴ്ന്നിരിക്കുന്നത് കണ്ട് സത്യമോള് ചോദിച്ചു, അല്ല, ഇനി ബിഗ് ഫ്രണ്ടിന്റെ കയ്യില് വേറെ ഫോട്ടോ ഒന്നും ഇല്ലേ? ആ ഫോട്ടോയും പോയല്ലോ, ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇനി ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് വിഷ്ണുവിനോട് സത്യമോള് ഒന്ന് ഓർക്കാനായി ആവശ്യപ്പെട്ടു. ഉടനെ വിഷ്ണു ആ ബെഡിലിരുന്ന് അല്പനേരം ആലോചിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തോ ഓർമ്മ കിട്ടിയതുപോലെ വിഷ്ണു വേഗം ചാടി എഴുന്നേറ്റ് ആ ഡ്രോമേശയിലുണ്ടായിരുന്ന ആ തന്റെ ബുക്കുകളെല്ലാം വിഷ്ണു ഒന്ന് പരിശോധിച്ചു. ആ ബുക്കുകളെല്ലാം നോക്കിയിൽ നിന്ന് ഒരു ബുക്ക് വിഷ്ണു കണ്ടെത്തി. അതിനകത്ത് നിന്ന് ഒരു ഫോട്ടോ വിഷ്ണുവിന്റെ കയ്യിൽ പെട്ടു. വിഷ്ണു ആ ഫോട്ടോ കയ്യിലെടുത്ത് കുട്ടികളെ ഇരുവരെയും കാണിക്കുന്നു. ഫോട്ടോ വിഷ്ണു നേരെ സത്യമോളുടെ നേരെ നീട്ടിയതും സത്യമോൾ ആ ഫോട്ടോ നോക്കിയിട്ട് പഠിച്ചു, അയ്യോ വിഷ്ണു, ഇതാണോ ബിഗ് ഫ്രണ്ടിന്റെ ചേച്ചിയമ്മ എന്ന് അതിശയത്തോടെ പപ്പിമോളും സത്യയും പരസ്പരം ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അതെ, അതാണ് നിങ്ങൾ ചോദിച്ച ചേച്ചിയമ്മയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ. ആ ഫോട്ടോയാണ് ഇപ്പോൾ കയ്യിലുള്ളത് എന്ന് വിഷ്ണു വിഷമത്തോടെ അവരിരുവരെയും അറിയിച്ചു. അത് കേട്ടതും ഉടനെ സത്യയോട് പപ്പിമോള് ചോദിച്ചു, അല്ല സത്യയെ, ഈ ഫോട്ടോ സത്യയുടെ അമ്മയെ കാണിച്ചാൽ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? സത്യയുടെ അമ്മയ്ക്ക് ചേച്ചിയമ്മയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലേ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ അത് ഓർത്തിട്ട് സത്യമോള് പറഞ്ഞു, പറ്റും. എൻ്റെ ഈ ഫോട്ടോ നോക്കിയാൽ തീർച്ചയായിട്ടും ഉടനെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് എന്തായാലും ഈ ഫോട്ടോ കൊണ്ടുപോയി അമ്മയുടെ കൈ കൊടുക്കാം എന്ന് സത്യ അറിയിച്ചു. ഉടനെ തന്നെ അത് കേട്ട് നിന്ന പപ്പിമോള് പറഞ്ഞു, എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ പോകാം, ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. സത്യയുടെ അമ്മയുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഇത് കൈയോടെ കൊടുക്കാം, അതാ നല്ലത് എന്ന് പപ്പി നിർബന്ധം പിടിച്ചു. അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു, ഇപ്പോഴോ മോളെ എന്ന് ചോദിച്ചതും സത്യ അതുപോലെ തന്നെ പപ്പിമോളെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇപ്പൊ തന്നെ പോകാം. അങ്ങനെ അവർ മൂന്നുപേരും, എന്നാ ശരി നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും പോകാനായി തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ഷാനി ഇതൊന്നും അറിയാതെ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർത്തുകൊണ്ട് ശാലിനി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ സത്യയും പപ്പിയും കൂടെയും വിഷ്ണുവിന്റെ കൂടെ കാറിൽ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് രണ്ടുപേരെയും കാറിലെത്തിക്കൊണ്ട് അങ്ങനെ പോകുമ്പോൾ പപ്പിമോള് പറഞ്ഞു, വിഷ്ണുവച്ചന് ഇനി സങ്കടപ്പെടരുത്, വിഷ്ണുവച്ചന്റെ ചേച്ചിയമ്മ ഉടനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ സത്യയും പപ്പിയും വിഷ്ണുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷപൂർവ്വം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സത്യയോട് പപ്പിനോട് ചോദിച്ചു, സത്യയുടെ അമ്മ നോക്കിയ ഈ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു, പിന്നല്ലാതെ അമ്മയ്ക്ക് പറ്റും, അമ്മ വലിയ ഓഫീസറല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴേക്കും സത്യ പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ പറഞ്ഞു, അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, എന്താ പറ്റിയത്? പെട്ടെന്ന് തന്നെ സത്യ തന്റെ കയ്യിലിരുന്ന ഫോൺ കയ്യിലെടുത്തു. അതിൽ നിന്ന്
ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാലിനി കോൾ വരുന്നത് കണ്ട് വേഗം അറ്റൻഡ് ചെയ്ത് എന്താ മുത്തേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ അമ്മേ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുവാ. അത് കേട്ടതും സത്യയോട് ശാലിനി പറഞ്ഞു, ആണോ അമ്മയുടെ പൊന്നുമുത്ത് ഇച്ചിരി നേരം കൂടി വെയിറ്റ് ചെയ്യേ, ഞാനിപ്പം ഓഫീസിലെത്തും, എന്നിട്ട് രാമേട്ടനെ വിടാം എന്നറിയിച്ചപ്പോൾ സത്യ പറഞ്ഞു, വേണ്ട അമ്മേ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അത് കേട്ട ഉടനെ ശാലിനി ചോദിച്ചു, ഞങ്ങളോ, അതാരൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയോട് സത്യമോള് പറഞ്ഞു, അതെ, ഞാനും പപ്പിയും പിന്നെ പപ്പിയുടെ വല്യച്ഛനും ഉണ്ട്. അത് കേട്ട നിമിഷം ശാലിനി ആകെ സ്തംഭിച്ചു പോയി. ഉടനെ പപ്പിമോള് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിക്കോളൂ അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ശാലിനി ചോദിച്ചു, അയ്യോ ഞാൻ അപ്പൊ എങ്ങനെയാ മോള് നമ്മുടെ വീട്ടിലേക്കാണോ പോരുന്നേ എന്ന് ചോദിച്ചപ്പോൾ സത്യമോള് പറഞ്ഞു, അതെ അമ്മേ, നമ്മുടെ വീട്ടിലേക്ക് അല്ലാതെ എങ്ങോട്ടാ എന്നിങ്ങനെ വീണ്ടും ആശങ്കയോടെ സത്യ മറുപടി നിറഞ്ഞു. ഉടനെ തന്നെ സത്യയോട് പപ്പി ശാലിനി ചോദിച്ചു, അല്ല മോളെ, മോളൊക്കെ ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചത് വിഷ്ണു ഉടനെ പറഞ്ഞു, അതെ, സ്വരാജ് മൂട് എത്തിയെന്ന് പറ. അത് കേട്ടതും ശാലിനി പെട്ടെന്ന് ആലോചിച്ചു. സ്വരാജ് വേഗം തന്നെ രാമേട്ടനോട് ചോദിച്ചു, അല്ല സ്വരാജ് ജംഗ്ഷനിൽ എപ്പോഴാ, ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് രാമേട്ട എന്ന് ചോദിച്ചതും രാമേട്ടൻ പറഞ്ഞു, മോളെ അതൊരു 10-15 കിലോമീറ്റർ ഉണ്ടല്ലോ എന്ന് അറിയിച്ചു. അത് കേട്ടതും ആകെ വിഷമത്തിലായി ശാലിനി. ഉടനെ തന്നെ ശാലിനി കുഞ്ഞിന്റെ അരികിലേക്ക് പോകണമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ സമയത്ത് ശാലിനി ആകെ വിഷമത്തോടെ വിഷ്ണുവിന്റെ കണ്ണു വെട്ടിച്ച് ഇത്രയും നാൾ നടന്നെങ്കിലും അവസാനം വിഷ്ണുവിന്റെ മുന്നിലേക്ക് തന്നെ താൻ എത്തിപ്പെടാൻ പോകുന്നല്ലോ എന്ന നിരാശയായിരുന്നു ശാലിനിയുടെ മനസ്സിൽ. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ശാലിനി കുറച്ചു നേരത്തേക്ക് തലപൊളിച്ചു. അപ്പോഴാണ് വിഷ്ണുവിനോടൊപ്പം കാൽയാത്ര ചെയ്യുന്ന സമയത്ത് പപ്പിമോള് വഴിയരിയിൽ കണ്ട പാനിപ്പൂരി വിൽപ്പനക്കാരനെ കണ്ടത്. ഉടനെ പപ്പിമോള് പറഞ്ഞു, ദേ പാനിപ്പൂരി. അത് കേട്ട ഉടനെ വിഷ്ണു എവിടെയെന്ന് ചോദിച്ച് വേഗം വണ്ടി ചവിട്ടി. അപ്പോഴേക്കും പപ്പിമോള് പറഞ്ഞത് വിശ്വസിക്കാനാകാതെ സത്യ ചോദിച്ചു, പാനിപ്പൂരിയോ, എവിടെ? ഉടനെ പപ്പിമോള് ചൂണ്ടിക്കാണിച്ചു, ദേ അവിടെ. അങ്ങനെ സത്യയും വിഷ്ണുവും അവിടേക്ക് നോക്കി. ഉടനെ വിഷ്ണു ചോദിച്ചു, ഇപ്പോൾ പപ്പിമോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ട് ഉണ്ട് വല്യച്ഛ. വിഷ്ണു ചോദിച്ചാൽ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്ന് പപ്പിമോള് മറുപടി നൽകി. വിഷ്ണു ചോദിച്ചു, അപ്പോൾ നീ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം കഴിച്ചു, എങ്കിലും ഇപ്പം എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട് വിഷ്ണു വെച്ച എന്ന് പപ്പി പറയുന്നത് കേട്ടതും വിഷ്ണു പറഞ്ഞു, ആ വാങ്ങിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു അമ്പടി കള്ളി നിന്റെ ഒരു വിശപ്പ് എന്ന് പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി. സത്യമോളും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യയും ഇറങ്ങാനായി ഡോറ് തുറന്നു. രണ്ടു കുട്ടികളും കൂടി വേഗം ആ കടയ്ക്കരികിലേക്ക് ആ ചെയറിട്ടിരിക്കുന്നിടത്തേക്ക് ഓടുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു, സൂക്ഷിച്ച് ഓടി വീഴല്ലേ എന്ന് പറഞ്ഞ് 3 പേരും കൂടി ആ ചെയറിൽ വന്നിരുന്നു. അങ്ങനെ വിഷ്ണു ചോദിച്ചു, അയ്യോ ഇവിടെയൊക്കെ ഹൈജീനിക് ഉള്ളതാണോ എന്ന് സത്യ അന്വേഷിച്ചതും വിഷ്ണു ആകെ അതിശയത്തോട് ചോദിച്ചു, അതെന്താ? അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അതെല്ലോ, ഇവിടെയൊക്കെ ഹൈജീനിക് ഉള്ള. അല്ല എന്താ സത്യ നീ അങ്ങനെ ചോദിച്ചത് എന്ന് പപ്പി അന്വേഷിച്ചതും സത്യ പറഞ്ഞു, അല്ല അമ്മയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുറത്തു നിന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്നും അവിടെയൊക്കെ ഹൈജീനിക് ആയിരിക്കില്ല എന്നും അസുഖങ്ങൾ ഉണ്ടാകുമെന്നും, അതാ എന്ന് പറഞ്ഞപ്പോൾ പപ്പി സത്യയോട് പറഞ്ഞു, അതിന് സത്യയുടെ അമ്മ ഇത് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് സത്യ പറഞ്ഞത്, അതെ, ഈ ബിഗ് ഫ്രണ്ട് വരുന്നുണ്ടല്ലോ കൂടെ, അപ്പോൾ ബിഗ് ഫ്രണ്ട് വീട്ടിൽ വന്നല്ലേ എന്നെ ആക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പപ്പി പറഞ്ഞു, അതെ, അതിനെന്താ? അപ്പോൾ ബിഗ് ഫ്രണ്ട് പറയില്ലേ ഞാൻ ഇതൊക്കെ കഴിച്ചു എന്ന് ചോദിച്ചതും സത്യയോട് പപ്പി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അപ്പോൾ തന്നെ പോരും എന്ന് സത്യയോട് പപ്പി മറുപടി പറയുമ്പോൾ പപ്പി വേഗം വിഷ്ണുവിനെ നോക്കി. അല്ല വല്യച്ഛ, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവിടെ എല്ലാവരെയും പരിചയപ്പെട്ട് കുറേ നേരം ഞാൻ അവരോട് വർത്തമാനം പറഞ്ഞിട്ടൊക്കെ പോരൂ, എനിക്ക് അത്ര വലിയ ധൃതിയൊന്നുമില്ല എന്ന് വിഷ്ണു അറിയിച്ചു. ഉടനെ പപ്പി പറഞ്ഞു, വിഷ്ണു വെച്ചാ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു, എങ്കിൽ അങ്ങനെ പറയാതിരിക്കണമെങ്കിലേ എനിക്ക് കൈക്കൂലി വേണം. അത് കേട്ടതും പപ്പി ചോദിച്ചു, കൈക്കൂലിയോ? അപ്പോഴേക്കും പപ്പിമോള് കൈക്കൂലിയോ എന്ന് സംശയിച്ചു നിന്നതും വേഗം തന്നെ പപ്പിമോള് അങ്ങനെ സംശയപ്പെടുമ്പോൾ സത്യ ഓടിച്ചെന്ന് വിഷ്ണുവിനെ കവളത്തൊരു ഉമ്മ കൊടുത്തു. ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, അതാണ്, ഇനി വേഗം പോര് എന്ന് പറഞ്ഞ് പപ്പിയോട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോൾ പപ്പി പറഞ്ഞു, ഇതാണോ കൈക്കൂലി, മുത്തുകൗ അല്ലേ എന്ന് ചോദിച്ചിട്ടും മുത്തുകൗ എന്ന് വിഷ്ണു പറഞ്ഞു. ഉടനെ പപ്പി പറഞ്ഞു, എന്നാലേ ഞാൻ തരില്ല എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു, നിന്റെ ഫ്രണ്ടല്ലേ സത്യ എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോൾ പപ്പി പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാ, പക്ഷേ വിഷ്ണുവച്ചൻ്റെയും ഫ്രണ്ട് അല്ലേ, വിഷ്ണുവച്ചൻ ബിഗ് ഫ്രണ്ട് അല്ലേ സത്യയുടെ എന്ന് ചോദിച്ചപ്പം അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ കാര്യം പറയാതിരിക്കണ്ടേ എന്ന് പപ്പി വിഷ്ണുവിനോട് ചോദിച്ചു. അപ്പോഴേക്കും സത്യ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ഒരു
മുത്തുകവ് പോയല്ലോ എന്ന് പറഞ്ഞ് സത്യ സങ്കടപ്പെടുന്നത് കണ്ട് വിഷ്ണു ചിരിച്ചു. ഉടനെ പാനിപ്പൂരി വിൽക്കുന്ന ആള് അരികിലേക്ക് വന്ന് ചോദിച്ചു, എത്രയെണ്ണം വേണം സർ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, 2 പാനിപ്പൂരി. അത് കേട്ടതും പപ്പി ചോദിച്ചു, അല്ല അപ്പോൾ വിഷ്ണുവച്ചന് വേണ്ടേ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഏയ് വേണ്ട, എനിക്കത് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് വിഷ്ണു മറുപടി നൽകിയതും പപ്പി ചോദിച്ചു, എന്നാ എനിക്കും വിശക്കുന്നില്ല. അപ്പോഴേക്കും സത്യം പറഞ്ഞു, എനിക്കും വിശക്കുന്നില്ല. ഉടനെ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാ മക്കളെ എന്ന് വിഷ്ണു അവരോട് പറയുമ്പോൾ അവർ രണ്ടുപേരും മുഖം കറുപ്പിച്ചിരിക്കുന്നത് കണ്ട് രണ്ടുപേരുടെയും മുഖം വീർത്ത് പിണങ്ങിയിരിക്കുന്നത് കണ്ടതോടെ വിഷ്ണു ആ കടക്കാരനോട് പറഞ്ഞു, ശരി, എന്നാ 3 എണ്ണം എടുത്തേക്ക് എന്ന് പറഞ്ഞതോ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. ഉടനെ പപ്പി ചോദിച്ചു, വിഷ്ണുജൻ കഴിക്കുമല്ലോ അല്ലേ? അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, ആടി ഞാൻ കഴിക്കും എന്ന് പറഞ്ഞതും പപ്പി ഉടനെ തന്നെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വേഗം വിഷ്ണുവിൻ്റെ അരികിലെത്തി വിഷ്ണുവിൻ്റെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ 2 മക്കളെയും ചേർത്ത് പിടിച്ച് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ സത്യമോള് വിഷ്ണുവിൻ്റെയും പപ്പിയെയും അങ്ങനെ നിൽക്കുന്നത് കണ്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനിയുടെ കാറ് അവിടേക്ക് എത്തിയത്. ശാലിനി കാറിൽ വന്ന് നിൽക്കുന്നതും പപ്പിയും സത്യമോളും വിഷ്ണുവിൻ്റെ അരികിലിരുന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തോടെ വിഷ്ണുവിൻ്റെ ഒപ്പം കളിചിരികൾ പറഞ്ഞ് അങ്ങനെ സന്തോഷിക്കുന്ന കാഴ്ച കണ്ട് ശാലിനിയുടെ മനസ്സ് നിറയുന്നു.